Next question. A, B, and C were partners in a firm. They were sharing profit and losses in the ratio of 5:4:3. The balance sheet is given. Yeah. ഇവിടെ ക്യാപിറ്റൽ ഡീറ്റെയിൽ ഉണ്ട്, ട്രേഡ് പേയബിൾ ഉണ്ട്. You can see goodwill. Okay, goodwill already given in the balance sheet. Then fixtures will be the inventories, trade receivable, cash. Okay. Then A had been suffering from ill health. അപ്പം A എന്താണ് ഇൽ ഹെൽത്ത് ഉള്ളത് കൊണ്ട് റിട്ടയർ ചെയ്യാൻ തീരുമാനിച്ചു. An agreement was therefore entered into as on 31st March 2020. The terms of the which were as follows. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കാം. അതിലൊന്ന്, ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡഡ് 31st March 2020 which showed net profit of 48,000 was to be reopened. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ, അതായത് കഴിഞ്ഞ വർഷം റെക്കോർഡ് ചെയ്ത പ്രോഫിറ്റ്, ഓക്കെ, അതായത് ഈ ബാലൻസ് ഷീറ്റ് ഡേറ്റിലുള്ള പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ആ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് എൻ്റെയും ബിൻ്റെയും സിൻ്റെയും ക്യാപിറ്റലിലേക്ക് വന്നിട്ടുണ്ട്, ഓൾറെഡി വന്നിട്ടുണ്ട്. ദാറ്റ് ഷുഡ് ബി ദാറ്റ് വാസ് ടു ബി റീ ഓപ്പൺ. അത് നമ്മൾ റീ ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. എന്താണ് അതിന്റെ റീസൺ? വി വാസ് ടു ബി ക്രെഡിറ്റഡ് വിത്ത് 4,000 ആസ് ബോണസ്. ഇവിടെ ഒരു എക്സ്പെൻസ് എന്തിട്ടുണ്ട്, ഒമിറ്റ് ചെയ്ത് പോയിട്ടുണ്ട് അല്ലേ, ഇത് റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, നമുക്കത് റീ ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. ഇൻ കൺസിഡറേഷൻ ഓഫ് എക്സ്ട്രാ വർക്ക്, ഇപ്പം ഒരു എക്സ്ട്രാ വർക്ക് നൽകിയതിന്റെ ഭാഗമായിട്ട് ബിക്ക് ഒരു എക്സ്ട്രാ എമൗണ്ട് കൊടുക്കേണ്ടതുണ്ട്. The profit sharing was to be revised from 1st April 2019 as 3:4:4. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ട ഏത് ഡേറ്റിലുള്ള 2020 ഈ റേഷ്യോയിലല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കാര്യങ്ങൾ ചെയ്യേണ്ടത്. കാരണം 2019 അവരെന്ത് ചെയ്തിട്ടുണ്ട്, അവര് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. സോ നമ്മൾ പല കാര്യങ്ങളും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഇതിനെ ഓൾഡ് റേഷ്യോ ആയിട്ട് നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. അതാണ് പറഞ്ഞത്. Goodwill was appearing in the balance sheet as on 31st March 2020. It was a purchase goodwill. Purchase goodwill ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, റൈറ്റ് ഓഫ് ചെയ്യേണ്ടതുണ്ട്. ദെൻ ഗുഡ്വിൽ 2 years പർച്ചേസ് ആണെന്നൊക്കെ പറയുന്നുണ്ട്, ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ബട്ട് ഡയറക്ട്ലി നമുക്ക് തന്നതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ നോക്കേണ്ട ആവശ്യമില്ല. ദെൻ പിക്ചേഴ്സ് were to be valued by an independent valuer. A provision of 2% was to be made for doubtful debts. അപ്പോൾ 2% പ്രൊവിഷൻ വെക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഓക്കെ, 2% പ്രൊവിഷൻ വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മീൻസ് നമ്മൾ എന്ത് ചെയ്യണം, ആ ഡെറ്റ്സിന്റെ 2% ആണ്. ദെൻ നമ്മൾ അത് നമ്മുടെ റിവാലുവേഷൻ അക്കൗണ്ട് അല്ലെങ്കിൽ പ്രോഫിറ്റ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ നമ്മളത് റെക്കോർഡ് ചെയ്യും. ഓക്കെ, ദെൻ വാല്യുവേഷൻ അറൈസിംഗ് ഔട്ട് ഓഫ് ദി അബവ് അഗ്രിമെന്റ് ഗുഡ്വിൽ വർ 56,800. എന്താണ്, നമ്മൾ റിട്ടയർ ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കണ്ടുപിടിച്ച ഗുഡ്വിലാണ്. ആൻഡ് ഫിക്ചേഴ്സ് 10,980 മാറിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ റീവാലുവേഷൻ്റെ ഡിഫറൻസ് എത്രയാണോ അത് നമ്മൾ റീവാലുവേഷനിലേക്ക് അല്ലെങ്കിൽ പ്രോഫിറ്റ് ലോസ് അഡ്ജസ്റ്റ്മെന്റിലേക്ക് കൊണ്ടുവരാം. ഫൈൻ. Then B and C agreed as between themselves to continue the business. അപ്പം A പോവാണെന്ന് റിയലൈസ് ചെയ്ത് കഴിഞ്ഞു. ബട്ട് the remaining partners are ready to continue the business in the ratio. This is a new ratio of B and C. Okay. And decided to eliminate goodwill. അവരെന്ത് ചെയ്യുന്നുണ്ട്, ഗുഡ്വിൽ എലിമിനേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. To retain fixtures on the books revised value and to increase the provision for doubtful debts as 6%. ഇത് ആര് ചേർന്ന് തീരുമാനിച്ചതാണ്, എയും ബിയും ചേർന്ന് തീരുമാനിച്ചു. 6% ആക്കണം. ഓൾറെഡി എത്രയുണ്ട്, 2%. ഇതാരും ചേർന്ന്, എയും ബി അല്ല, സോറി, ബിയും സിയും ചേർന്ന് തീരുമാനിച്ചതാണ്. ഈ 2% ഉള്ളോ എയും ബിയും സിയും ചേർന്ന് തീരുമാനിച്ചതാണ്. അത് സെപ്പറേറ്റ് നമ്മൾ ട്രീറ്റ് ചെയ്യും. ജേണൽ എൻട്രിയിൽ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ, നമ്മൾ ജേണൽ എൻട്രിയിലേക്ക് പോവാണ്. ആദ്യം നമ്മൾ ചെയ്യുന്നത് പ്രോഫിറ്റ് റിട്ടേൺ ബാക്ക് ഫോർ മേക്കിംഗ് അഡ്ജസ്റ്റ്മെന്റ്. നമ്മൾ പ്രോഫിറ്റ് ഓൾറെഡി ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അല്ലെ. പ്രോഫിറ്റ് ഓൾറെഡി നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യാം, റിവൈസ് ചെയ്യാണ് അല്ലെ. അപ്പൊ അവരുടെ 48,000 എങ്ങനെയായിരുന്നു അവർ ചെയ്തിരുന്നത്, അതിനെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്, അതായത് റിവാലുവേഷൻ അക്കൗണ്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, തിരിച്ച് റിവൈസ് ചെയ്ത് മാറ്റുകയാണ് അല്ലെ. ഓക്കെ, അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ നമ്മൾ എന്ത് ചെയ്തു, ഇത് റിവൈസ് ചെയ്ത് മാറ്റി. ഓക്കെ, കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് ആണ്. അപ്പം പുതിയ റേഷ്യോ പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതേപോലെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ശരി. ഇനി നമ്മൾ ഒരു 4,000 രൂപയുണ്ട്, ആർക്ക് കൊടുക്കേണ്ട, ബിയുടെ ക്യാപിറ്റലിലേക്ക് പോകണം അല്ലെ. അപ്പൊ നമ്മൾ എന്ത്, ഒന്നുകിൽ ആ ബോണസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് കാണിക്കാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബോണസ്, ദെൻ ബോണസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് സെപ്പറേറ്റ് കാണിക്കാം.
ഓർ രണ്ടും കൂടെ ഒറ്റയടിക്ക് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബീസ് ക്യാപിറ്റൽ. ബിയുടെ ക്യാപിറ്റൽ കൂടണം, അതുകൊണ്ട് ബിയുടെ ക്യാപിറ്റൽ നമ്മൾ എന്ത് ചെയ്തു, ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, ദെൻ profit and loss adjustment account. Okay, profit and loss adjustment account debit to ഇവിടെ നോക്കിയാൽ 48,000 പ്രോഫിറ്റ് ഉണ്ടായിരുന്നു, 48,000 ഉണ്ടായിരുന്നു. നമ്മളോട് ഒരു എക്സ്പെൻസ് വിട്ടുപോയിട്ടുണ്ടായിരുന്നു, എത്രയാ, 4,000. അങ്ങനെയാണെങ്കിൽ ബാക്കി എത്ര ഉണ്ടാവുക, 44,000 ആണ്. അപ്പൊ അത് എന്ത് ചെയ്യണം, എക്കും ബിക്കും സിക്കും എന്ത് ചെയ്യണം, പുതിയ റേഷ്യോയിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, പുതിയ റേഷ്യോയിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഫിക്ചേഴ്സിൽ ഒരു അപ്രീസിയേഷൻ വന്നിട്ടുണ്ട് അല്ലെ. ഫിക്ചേഴ്സിൽ അപ്രീസിയേഷൻ വന്നിട്ടുണ്ട്. അപ്രീസിയേഷന്റെ ബെനിഫിറ്റ് ആർക്ക് പോകാനുള്ളതാണ്, ഈ പറയുന്ന ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോകാനുള്ളതാണ്. ദെൻ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് 2% വെക്കാനുണ്ട്. അപ്പൊ അതും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ക്രെഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഓൾഡ് ഗുഡ്വിൽ ഷോൺ ഇൻ ദി ബാലൻസ് ഷീറ്റ് ഹാസ് ബീൻ റിട്ടൺ ഓഫ് അല്ലെ. ഗുഡ്വിൽ റൈറ്റ് ഓഫ് ചെയ്യണം, ജസ്റ്റ് ലൈക്ക് സെയിൽ ഓഫ് എൻ അസറ്റ് അല്ലെ. അപ്പൊ ടു ഗുഡ്വിൽ ആണ് ഉണ്ടാവുക അല്ലെ, ടു ഗുഡ്വിൽ ആണ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ക്യാഷ് വരില്ല, അല്ലെങ്കിൽ ബാങ്ക് വരില്ല. പകരം എന്ത് ചെയ്യണം, ഈ പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. എസ് ക്യാപിറ്റൽ അക്കൗണ്ട്, ബിസ് ക്യാപിറ്റൽ അക്കൗണ്ട്, സിസ് ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യും. ഓക്കെ, ദെൻ നമ്മള് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എക്ക് ഡ്യൂ ആയി കിടക്കുന്ന എമൗണ്ട് ആണത്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, നേരെ എസ് ലോൺ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. ദെൻ ഒരു പ്രൊവിഷൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു 4% അഡീഷണൽ, 2% ഓൾറെഡി വെച്ചിട്ടുണ്ട്, പ്ലസ് 4% ഇവിടെ വെക്കാൻ പറഞ്ഞത് ആരാ പറഞ്ഞത്, ബി എം സി ആണ്. അപ്പൊ അവരുടെ ക്യാപിറ്റൽ നമ്മൾ ഡെബിറ്റ് ചെയ്ത് എന്ത് ചെയ്തു, അങ്ങനെ പ്രൊവിഷൻ വെച്ചു. ദെൻ അഡ്ജസ്റ്റിംഗ് എൻട്രി ഓഫ് ഗുഡ്വിൽ പാസ്ഡ് ത്രൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിങ് അല്ലെ. അവരെ ഗെയിനിങ് റേഷ്യോ ഉണ്ട്, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗെയിനിങ് റേഷ്യോ കിട്ടും. അപ്പം എ റിട്ടയർ ചെയ്ത് പോവാണ്. ഷെയർ ഓഫ് ഗുഡ്വിൽ എത്രയുണ്ട്, 15,491 ഉണ്ട്. ആര് കൊടുക്കണം, ബിയും സിയും കൊടുക്കണം. ഏത് റേഷ്യോയിൽ, അവരുടെ ഗെയിനിങ് റേഷ്യോ. ഓക്കെ ആണല്ലോ. ഓക്കെ, ദെൻ ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അവരുടെ ഓപ്പണിംഗ് ബാലൻസ് ആണ്. ദെൻ ഒരു പുതിയ 4,000 അല്ലെ, ഇതിനു വേണ്ടിയിട്ടായിരുന്നു ഇവരുടെ അഡീഷണൽ എഫേർട്ടിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 4,000 വന്നിട്ടുണ്ട്. ദെൻ പ്രോഫിറ്റ് ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ പ്രോഫിറ്റ് 46,000 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 44,000 നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പുതിയ ഇത് പ്രകാരം. ദെൻ ഒരു പ്രൊവിഷൻ, പിക്ചേഴ്സ് പ്രൊവിഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ക്രെഡിറ്റ് ചെയ്യേണ്ടതുണ്ട് അല്ലെ. അപ്പം അതാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് നമ്മളിവിടെ പ്രോഫിറ്റ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട്. ഇതെന്താണ് വരുന്നത്, നമ്മൾ ആദ്യം 48,000 നമ്മൾ റിവൈസ് ചെയ്യുന്നതാണ്. ദെൻ ഗുഡ്വിൽ അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നേരെ നമ്മൾ വീതിച്ചു കൊടുക്കുന്ന എമൗണ്ട് അല്ലെ, അതായത് റൈറ്റ് ഓഫ് ചെയ്യാണ്. ഗുഡ്വില്ലിനെ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യണം. റൈറ്റ് ഓഫ് ചെയ്യുന്നത് ഡെബിറ്റ് ചെയ്തിട്ടാണ് റൈറ്റ് ഓഫ് ചെയ്യുന്നത്. ഇത് ബാലൻസിങ് ഫിഗർ ആണ്. ഇതിൽ നിന്ന് ഇതൊക്കെ ലെസ് ചെയ്ത സമയത്ത് കിട്ടിയ എമൗണ്ട് ആണ്. അപ്പൊ നമ്മൾ എയുടെ ലോൺ അക്കൗണ്ടിലേക്ക് അതിനെ ട്രാൻസ്ഫർ ചെയ്തു. ദെൻ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബിയും സിയും മാത്രം സഫർ ചെയ്യുന്നുണ്ട്, അതിനെയാണ് നമ്മളിവിടെ ഡെബിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ദെൻ എക്ക് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെ, എക്ക് കൊടുക്കുന്ന ഷെയർ ഓഫ് ഗുഡ്വിൽ അല്ലെ, ഇത് എക്ക് കൊടുക്കുന്ന ഷെയർ ഓഫ് ഗുഡ്വിൽ ആണ്. ആര് കൊടുക്കുന്ന, ബിയും സിയും എന്ന് പറഞ്ഞത്. ആർക്ക് കിട്ടും, എക്ക് കിട്ടും അല്ലെ, രണ്ട് എമൗണ്ടും എക്ക് കിട്ടി. ഇത്രയാണ് എന്റെ ക്യാപിറ്റൽ അക്കൗണ്ടായിട്ട് ബന്ധപ്പെട്ട കാര്യം. നമുക്ക് വേണമെങ്കിൽ ആ വർക്കിംഗ് നോട്ട് ഒന്ന് നോക്കാം. ഓൾഡ് ഷെയർ തന്നിട്ടുണ്ട്, അതുപോലെ ന്യൂ ഷെയർ അല്ലെ. ഓൾഡ് ഷെയർ ബിന്റെയും സിന്റെയും ന്യൂ ഷെയർ കണ്ടിട്ടുണ്ട്. ദെൻ നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്യാൻ ഓൾഡ് ന്യൂ ഷെയർ മൈനസ് ഓൾഡ് ഷെയർ അല്ലെ. ന്യൂ ഷെയർ എത്രയാണ്, 3/5 ആണ്, മൈനസ് ഓൾഡ് ഷെയർ 4/11 ഫിസിക്കൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെ, 55. Then 3 into 11, 33 minus 20 is equal to 13 divided by 55. Then in case of C, what would be the gaining ratio? Okay, 2/5 new ratio, new share minus old, 4/11. Okay, 55 varum. Then 11 into 2, 22 minus 20 is equal to 2. So the gaining ratio between B and C will be 13:2. ഈ റേഷ്യോയിൽ എന്ത് ചെയ്യാം, നമ്മൾ ആ ഗുഡ്വില്ലിന്റെ ഷെയർ അഡ്ജസ്റ്റ് ചെയ്യാം. So this is all about this question. Okay.